ഉച്ചയ്ക്ക് ശേഷം മഴ കാര്യമായി പെയ്യാത്തതിനാൽ കുട്ടനാട് ആശ്വാസത്തിലാണ്. വെള്ളക്കെട്ട് ഒഴിഞ്ഞില്ലെങ്കിലും ജലനിരപ്പ് കൂടിയിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നമുക്കൊപ്പം രഘുനാഥ് നാരായണൻ ചേരുന്നുണ്ട്. രഘു, ഇപ്പോൾ മഴയ്ക്ക് ഒരു നേരിയ ശമനം വന്നിട്ടുണ്ട്, പക്ഷേ ഈ വെള്ളക്കെട്ടാണ് ഇപ്പോഴും ഒരു പ്രശ്നമായിട്ട് നിൽക്കുന്നതല്ലേ രഘു? അതെ, ഈ വെള്ളം കയറിയ വീടുകളുടെയൊക്കെ അവസ്ഥ ഇങ്ങനെയാണ്. വീടിൻ്റെ മുറ്റത്ത് നിറയെ വെള്ളമാണ് എന്ന് മാത്രമല്ല, നമുക്ക് ഈ ഗേറ്റിലേക്ക് സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ പറ്റും ഈ മാലിന്യങ്ങളൊക്കെ വന്നടിഞ്ഞ് ഈ വെള്ളം ഇറങ്ങി പോകുമ്പോൾ ഈ വെള്ളത്തിൻ്റെ ഒഴുക്ക് ഡയറക്ഷനിൽ വന്നിങ്ങനെ ഇതുപോലെ വീടിനകത്തും തടഞ്ഞിരിക്കുന്ന സ്ഥലത്തൊക്കെ ഇങ്ങനെ കെട്ടി നിൽക്കും. അതാണ് ഇനി കുട്ടനാട്ടിലെ പ്രധാനപ്പെട്ട പ്രശ്നം. നമുക്ക് ഈ വീട് കാണാം. ഇത് കുട്ടനാട്ടിലെ ഒരു നിർമ്മാണ രീതിയാണ്. അതായത് പില്ലറിൽ വീട് മുകളിൽ പണിയുക, താഴെ വളരെ വേക്കൻ്റായിട്ടിടും, മുകളിൽ മാത്രം നിലയെ പണിയുന്ന രീതിയാണ് ഇപ്പോൾ കുട്ടനാട്ടിൽ പൊതുവേ ആളുകൾ, അല്പം കാശൊക്കെയുള്ള ആളുകൾ ചെയ്തു വരുന്ന രീതി. കാരണം എല്ലായ്പ്പോഴും വെള്ളം വരും, വർഷത്തിൽ 2 or 3 തവണയൊക്കെ വെള്ളം വരും. അപ്പോൾ എത്ര ഉയർത്തി പണിഞ്ഞാലും വീടിനകത്ത് വെള്ളം കയറും. അതിന് പകരം ഒന്നാമത്തെ നില ഒഴിച്ചിട്ടിട്ട് മുകളിൽ വീട് പണിയുക എന്നുള്ളതാണ് പൊതുവേ ഇപ്പം കണ്ടുവരുന്ന രീതി. ഇതേപോലെ പലയിടങ്ങളിലും വെള്ളക്കെട്ടുണ്ട്. തലവടിയാണെങ്കിലും കരുവറ്റയാണെങ്കിലും പുന്നപ്രയാണ് അടക്കമുള്ള സ്ഥലങ്ങളിൽ, പള്ളിപ്പാട് അടക്കമുള്ള, ചെന്നിത്തല അടക്കമുള്ള സ്ഥലങ്ങളിൽ വെള്ളക്കെട്ടുകളുണ്ട്. റോഡുകളിൽ ഇതേപോലെയൊക്കെ വെള്ളം കയറിക്കിടക്കുന്ന അവസ്ഥയാണുള്ളത്. പൊതുവേ വെള്ളത്തിൻ്റെ വരവ് അല്പം കുറഞ്ഞിട്ടുണ്ടെന്നാണ് പൊതുവേ മനസ്സിലാക്കുന്നത്. കാരണം തോട്ടപ്പള്ളി സ്പിൽവേ തുറന്നിട്ടുണ്ട്, ഉച്ച മുതൽ മഴയില്ല. ചേട്ടാ, വെള്ളം എങ്ങനെയുണ്ട്? വെള്ളം ഇന്നിപ്പം തെളിവായതുകൊണ്ട് വെള്ളം സ്വല്പം കുറവുണ്ട്. കിഴക്കൻ വരവിൻ്റെ ഇപ്പോൾ കുറവുണ്ട്. ആ ഒരു ആശ്വാസം നിൽക്കുകയാണ്. ഇപ്പോൾ പാടകാലം ഇത് മുങ്ങിപ്പോവും. ഇത് മുങ്ങി, ഇനി ഇത് മുങ്ങാൻ സാധ്യതയുണ്ട്. കൃഷി ഉണ്ടായിരുന്നോ? കൃഷി ഇതില്ല, ഇതിൻ്റെ ഇതാണ് നമുക്കുള്ളത്. അല്ല, കൊയ്ത്ത് കഴിഞ്ഞാണ് വെള്ളം കയറ്റി അടുത്തതിന് വേണ്ടി തയ്യാറെടുപ്പാണ്. ആ തയ്യാറെടുപ്പിന് ഇപ്പം താമസം വന്നിരിക്കുകയാണ്. വെള്ളം അടിച്ച് പറ്റിക്കുന്നുണ്ടോ? അതോ മോട്ടർ അടിച്ചുകൊണ്ടിരിക്കുക. വെള്ളം കയറുന്നുമുണ്ട്, അടിക്കുന്നുമുണ്ട്. മഴ മാറിയത് ഒരു ആശ്വാസം, ആ ഒരു സമാധാനമുള്ളൂ. ഇന്നാണ് ആശ്വാസം കിട്ടിയത്. അങ്ങനെ ചെറിയൊരു മഴ തെളിഞ്ഞതും കിഴക്കൻ വെള്ളത്തിൻ്റെ വരവ് കുറഞ്ഞതും ഒക്കെ ചെറിയ ആശ്വാസമുണ്ട്. ഇവിടെ ഒരു ചേട്ടൻ വീട്ടിലേക്ക് വെള്ളം റോഡിൽ നിന്ന് കയറാതിരിക്കാനുള്ള തത്രപ്പാടിലുണ്ട്. എന്താ പരിപാടി? വെള്ളം കയറാതിരിക്കാനുള്ള പരിപാടിയാണ്. വെള്ളം ഒഴുകി അങ്ങോട്ട് വരുന്നു. മുറ്റത്തൊക്കെ വെള്ളമുണ്ട്. വീട്ടിലെ വെള്ളമുണ്ട്. ഇത് ചില കുട്ടികളൊക്കെ ഈ വെള്ളത്തിൽ അങ്ങനെ കളിക്കുന്ന, അങ്ങനെ പല പ്രവർത്തികളാണ് ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മഴ മാറിയത് ഏതായാലും അല്പം ആശ്വാസകരമാണ്. പക്ഷേ ഈ വെള്ളക്കെട്ടുകൾ ഇപ്പോഴുമുണ്ട്. വെള്ളക്കെട്ട് ഒരു കുറച്ച് ദിവസം കൂടി നിൽക്കാനാണ് സാധ്യത കൂടുതൽ. ഈ പ്രധാനപ്പെട്ട കർഷകരെ സംബന്ധിച്ചൊക്കെ വലിയൊരു ആശങ്കയ്ക്ക് വഴിവെക്കുന്നതാണല്ലേ രഘു? കാരണം ഈ വെള്ളം വറ്റാൻ ഇനിയും സമയമെടുക്കുമെന്നുള്ളതാണ്. ഇപ്പോൾ വെയിൽ വന്നിട്ടുണ്ട്, ഒരു ആശ്വാസമായിട്ട് അവർ പറയുന്നുണ്ടെങ്കിലും ഈ വെള്ളം പൂർണ്ണമായിട്ട് വറ്റിപ്പോണം, ഇനി എന്തെങ്കിലുമൊക്കെ ചെയ്തു തുടങ്ങാനായിട്ട് അല്ലേ? ഏറ്റവും കുറഞ്ഞത് ഒരു 5 പാടശേഖരത്തിൻ്റെയെങ്കിലും പുറംബണ്ട് പൊട്ടിയിട്ടുണ്ട്. പക്ഷേ കൃഷി ഉണ്ടായിരുന്ന പാടമല്ല എന്നുള്ളത് ആശ്വാസകരമായ കാര്യമാണ്. പക്ഷേ കൃഷിക്കായി നിലം ഒരുക്കിയിട്ടിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് തന്നെ 1 ഏക്കറിനൊക്കെ 10,000-12,000 രൂപയൊക്കെ ഈ നിലം ഒരുക്കുന്നതിന് വേണ്ടി ചിലവാകും. അപ്പോൾ ഈ വെള്ളം വറ്റിക്കഴിഞ്ഞാൽ വീണ്ടും അത്രയും പണം കൂടി അധികമായി ചിലവഴിക്കേണ്ടി വരും. കർഷകർക്ക് അങ്ങനെ സാമ്പത്തികമായൊരു നഷ്ടമുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. ഇതേപോലെ, അതായത് സാധാരണ നിലയിൽ നമ്മൾ ആറ്റിലും തോട്ടിലും ഒക്കെ കാണുന്ന ഒഴുക്കാണ് ഈ റോഡിലൊക്കെ ഉണ്ടാകുന്നത്. കാരണം ഈ മൊത്തം പാടശേഖരം, ഒരു റോഡിൻ്റെ പാടശേഖരത്തിൻ്റെ നടുക്കൂടാണ് റോഡ് പോകുന്നത്. അതുകൊണ്ട് തന്നെ മറ്റൊരു പാടശേഖരത്തിൽ നിന്ന് ഒരു പാടശേഖരത്തിലേക്ക് വെള്ളം ഇങ്ങനെ റോഡിൽ കൂടി വീടിനകത്തൂടൊക്കെ കയറി ഒഴുകിപ്പോകുന്ന സ്ഥിതിയാണ് കുട്ടനാട്ടിലുള്ളത്. എന്തായാലും ദുരിതാശ്വാസ ക്യാമ്പുകളൊക്കെ തുറന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇനി വെള്ളം ഇറങ്ങി പോകുമ്പോഴാണ് ഈ വീട്ടിലൊക്കെ വലിയ ചള്ളയും ഒക്കെ ബുദ്ധിമുട്ടാകുമെന്ന് മാത്രമല്ല എലിപ്പനി പോലെയുള്ള